Namaste. വെൽക്കം ടു അവർ ചാനൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ 77 ടാരോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്നറിയോ? നിങ്ങളുടെ പേഴ്സൻ്റെ ആഫ്റ്റർനൂൺ തോട്ട്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസണേറ്റായിട്ട് ഓക്കെ. ഈ ഡക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, അതാണ് ക്ലെൻസ് ചെയ്യാത്ത കേട്ടോ. ഹാങ്ഡ് മാൻ, 2 of swords, king of cups, ace of pentacles. ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യാം കേട്ടോ. ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. Six of Swords, കുറേ എനർജീസ് എനിക്കിങ്ങനെ മൈൻഡിൽ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ ബാക്കി കാർഡ്സ് കൂടെ കിട്ടിട്ട്. Nine of Cups, bottom of the deck, what? 7 of Wands. It's a boundary. Okay. സയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻസർ, സ്കോർപിയോ, പൈസസ്, വാട്ടർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേരിയസ്, എയർ സൈൻ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, എർത്ത് സൈൻ, ഡ്രീം എനർജീസ് ആണ്. ജെമിനി ഏരീസ്, ലിയോ, സജിറ്റേറിയസ്, ഫയർ സൈൻ. ബിക്കോസ് ബോട്ടം ഓഫ് ദി ഡെക്കിൽ നമുക്ക് വന്നിട്ടുള്ളത് എന്താണ്? 7 of Wands ആണ്. സോ ദാറ്റ്സ് വൈ ഏരീസ്. നമ്പേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഇമ്പോർട്ടൻ്റ് ആണ്, 6 ഇമ്പോർട്ടൻ്റ് ആണ്, ദെൻ 9 ഇമ്പോർട്ടൻ്റ് ആണ്, 12 ഇമ്പോർട്ടൻ്റ് ആണ്, 7 ഇമ്പോർട്ടൻ്റ് ആണ്. മന്ത്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി മന്ത് ഇമ്പോർട്ടൻ്റ് ആണ്, ജൂൺ ഇമ്പോർട്ടൻ്റ് ആണ്, ഒക്ടോബർ ഇമ്പോർട്ടൻ്റ് ആണ്, ദെൻ സെപ്റ്റംബർ ഇമ്പോർട്ടൻ്റ് ആണ്, ദെൻ ഫെബ്രുവരി. ഒരു മിനിറ്റ്. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോവാം. അപ്പം ഇവിടെ നമുക്ക് ഫസ്റ്റിലെ തന്നെ നമുക്ക് സിറ്റുവേഷൻസ് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു 7 of Wands റീഡിങ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 7 of Wands ബൗണ്ടറിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബൗണ്ടറി കീപ്പ് ചെയ്തേക്കുകയാണ്, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടാണ് എപ്പോഴും നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നുള്ളത്. അതിന് റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഉള്ളിൽ അറിയാം, യെസ് ഈ ഒരു വ്യക്തി എൻ്റെ അടുത്ത് ഇൻട്രസ്റ്റഡ് ആണ്, ഈ ഒരു വ്യക്തിക്ക് എന്നോട് സ്നേഹമുണ്ട്, പക്ഷെ അത് ആൾ വെളിയിൽ കാണിക്കുന്നുണ്ടാവില്ല. ആ ഒരു സ്നേഹം വെളിയിൽ കാണിക്കുന്ന എന്താണ്, എനിക്കൊന്നുമില്ല, ബൗണ്ടറിയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല എന്നുള്ളൊരു എനർജി ആയിരിക്കും ആൾ കാണിക്കുന്നുള്ളത്. പക്ഷെ ഡീപ്പ് ഇൻസൈഡ് ആൾ കിങ് ഓഫ് കപ്സ് ആണ്. ഇപ്പോൾ നമ്മൾ എനർജീസിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു വ്യക്തിയുടെ ഫീലിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു വ്യക്തിയുടെ എനർജീസ് ഇവർ ഭയങ്കരമായിട്ട് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും എന്താണ്, ആ ഒരു ബൗണ്ടറിയിൽ ലൈക്ക് ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചാലും വിഷ് ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. ഇവരുടെ ഉള്ളിലൊരു കംപ്ലീഷൻ ഫീൽ ചെയ്യുകയാണ്, എത്രയൊക്കെ ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും. ലൈക്ക് ആ ഒരു വ്യക്തി അല്ലാത്തതുകൊണ്ട് എനിക്കൊരു ഒരു ഹാപ്പിനെസ് ഇല്ല, ഒരു കംപ്ലീഷൻ ഇല്ല എന്നുള്ളൊരു തോട്ട്സ് ആളുടെ മൈൻഡിൽ നല്ല രീതിക്കുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയോട് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ പറയത്തില്ലേ, ചില മനുഷ്യർക്കറിയാം ഞാൻ ഈ ഒരു കണക്ഷനിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പിടിവിട്ട് പോകും, അതുകൊണ്ട് തന്നെ ഞാനൊന്നും കണ്ടില്ല, ഒന്നും സംഭവിച്ചില്ല എന്നുള്ള രീതിയിൽ ഇരിക്കാം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി ഇവിടെ ഇരിക്കുന്നുള്ളത്. പക്ഷേങ്കിൽ ഡീപ്പ് ഇൻസൈഡ് ഇവർക്ക് നിങ്ങളോട് ഒത്തിരി സ്നേഹമുണ്ടെന്ന് വെച്ചാൽ ഒത്തിരി സ്നേഹമുണ്ട്. അപ്പം നല്ല രീതിക്ക് പെയിൻഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് ആളിരിക്കുന്നുള്ളത്. നമ്മൾ പറയത്തില്ല, ലിറ്ററലി ഒരു 10 swords നമ്മുടെ ബോഡിയിൽ കുത്തി കയറ്റി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, നല്ല പെയിനാണത്. ആ ഒരു അത്രയും പെയിൻ ഈ ഒരു വ്യക്തിക്കുണ്ട് ഈ ഒരു സെപ്പറേഷൻ ഫേസിൽ. പക്ഷെ അത് കാണിക്കുന്നില്ല. കാരണം കിങ് ഓഫ് കപ്സ് ഒരു എനർജീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിങ് ഓഫ് കപ്സിന് സ്നേഹമുണ്ട്, പക്ഷെ ആ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അവർക്ക്
ആ ഒരു ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാനറിയാം. കാരണം അവർ ചിന്തിക്കുന്നത് ഈ ഒരു റിലേഷനിൽ ഇമോഷൻ വെച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, ഞാൻ ലോജിക്ക് ഉപയോഗിച്ച് നിൽക്കുമ്പോഴായിരിക്കും ഏറ്റവും നല്ല കാര്യം. കാരണം നിങ്ങളുടെ വ്യക്തിക്ക് എന്തെങ്കിലും ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവാം, നിങ്ങളുടെ ഇടയിൽ ഒത്തിരി അധികം മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവാം. അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി ഹേർട്ട് ഉപയോഗിച്ച് ഈ റിലേഷനിൽ നിൽക്കാതിരിക്കുന്നതിന് മെയിൻ റീസൺ. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിൽ എന്തെങ്കിലും ലേക്കോ അല്ലെങ്കിൽ അങ്ങനെ ട്രാവലിംഗ് വാട്ടർ ബോഡീസ് ഉണ്ടാവാം, വാട്ടർ ബോഡീസ് റിലേറ്റഡ് ട്രാവലിങ്സ് ഉണ്ടാവാം. അതെനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ ഇവരിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് ഈ ഒരു ടൈമിൽ. ഇനി ആ റിലേഷനിൽ നിൽക്കണോ അതോ മൂവ് ചെയ്യണോ എന്നുള്ളൊരു തോട്ട്സും കാര്യങ്ങളാണ് ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ ഈ ഒരു ടൈമിലുള്ളത്. ഐ തിങ്ക് ഇവിടെ സംതിങ് ഈസ് റിലേറ്റഡ് ടു കമ്മിറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും ഈ റിലേഷനിൽ ഉണ്ടായിരിക്കാം. ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി കമ്മിറ്റ്മെൻറ്റ് തരുന്നുണ്ടാവില്ല, കുറേ കാലമായിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവില്ല. ആ ഒരു എനർജീസ് ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കും ഡൗട്ടാണ്, ഇപ്പോൾ അവരും കൺഫ്യൂസ്ഡ് ആണ്. ലൈക്ക് ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തിക്ക് ഒരു സോൾ ലെവൽ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്നുള്ളൊരു തോട്ട്സ് ആളുടെ മൈൻഡിലുണ്ട്. പക്ഷെ എന്നാൽ പോലും അത് വേണോ, ഇനി ഒരു സ്ട്രോങ് ആയിട്ട് ഒരു സ്റ്റേബിൾ ആയിട്ടൊരു ന്യൂ ബിഗിനിങ് ഈ റിലേഷനിൽ വേണോ എന്നുള്ള രീതിക്കൊക്കെ ഭയങ്കര കൺഫ്യൂഷൻസിലും കാര്യത്തിലുമാണ് ഈ ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നുള്ളത്. ഐ തിങ്ക് ഇത് ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റിയാണ്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലും ട്രോമാസ് ഉണ്ടായിരിക്കാം, ആ ഒരു ട്രോമാസിൻ്റെ ബേസിലായിരിക്കാം ഇവിടെ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നുള്ളത്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഇമോഷൻസ് വെച്ചിട്ടൊരു തീരുമാനങ്ങളും എടുക്കാത്തൊരു വ്യക്തിയായിരിക്കും, കൂടുതലായിട്ടും ലോജിക്ക് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കും നിങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇവിടെ നല്ല രീതിക്ക് സ്ട്രഗിൾസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് ആൾ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് ഇരിക്കുന്നത്. ലിറ്ററലി ഈ ഒരു റിലേഷനിലും വേണമെങ്കിൽ ഒരു എൻഡിങ് ഫേസ് ആയിരിക്കും ഇപ്പോൾ സംഭവിച്ചു, ഒരു ഡ്രാമാറ്റിക് എൻഡിങ്സ്. അതായത് ഒരുപക്ഷെ ഈ റിലേഷൻ എൻഡ് ആവേണ്ടതായിരിക്കില്ല, ഈ ഒരു വ്യക്തിയുടെ എന്തെങ്കിലും ബിഹേവിയറിൻ്റെ കൂടുതൽ കൊണ്ടായിരിക്കും ഇത് എൻഡായി പോയിട്ടുള്ളത്. അല്ലെങ്കിൽ മനഃപൂർവ്വം ഈ റിലേഷനെ അവസാനിപ്പിക്കാനായിട്ടുള്ള ഓരോ കാരണങ്ങൾ ഇയാൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എത്രയൊക്കെ ഈ ഒരു കണക്ഷൻ എൻഡായി പോയെന്ന് പറഞ്ഞാലും ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് ഈ ഒരു വ്യക്തിക്കൊരു ഹോപ്പുണ്ട്. സ്റ്റില്ലൊരു എന്താ പറയുക, ഫീലിങ്സ് ഉണ്ട് ആളുടെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ട്. ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും വീണ്ടും നിങ്ങൾ ഇവരുടെ അടുത്തേക്ക് തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ ഈ ഒരു വ്യക്തിക്കുണ്ട്. എനിക്കതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒന്നെങ്കിൽ നിങ്ങളുടെ എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ എനർജീസ് ആവാനുള്ള ചാൻസസ് ആണ് എനിക്കിവിടെ കാണുന്നത്. കാരണം ഇവരുടെ തിങ്കിങ് എന്ന് പറയുന്നത് ഒരു കിങ് ഓഫ് കപ്സ് ആണ്. ഇവർക്ക് നിങ്ങളോടുള്ള ഇമോഷൻസും ഫീലിങ്സും എല്ലാം കിങ് ഓഫ് കപ്സിനെ പോലെയാണ്. തോട്ട് ലൈക്ക് മൈൻഡ് ലോജിക്കായിട്ട് ആക്ഷൻസ് എടുക്കുന്നുണ്ടെങ്കിലും മനസ്സിൽ മൊത്തം ഇമോഷണൽ ആയിട്ടുള്ള തോട്ട്സുകളും കാര്യങ്ങളുമാണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു വ്യക്തിക്കുള്ളത്. അല്ലാതെ ഇവരുടെ ഇമോഷൻസൊക്കെ ടോട്ടലി ഫേക്കാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇമോഷൻസൊക്കെ ജെനുവിനാണ്. പക്ഷേ ആ ഒരു ഇമോഷൻ എനർജീസിനെ അല്ലെങ്കിൽ ആ ഒരു കപ്സ് അല്ലെ ആ ഒരു ഇമോഷൻസിനെ നിങ്ങളുടെ മുന്നിലേക്ക് അവർ എത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താണ്, സ്വന്തമായിട്ട് സ്ട്രഗിൾ ചെയ്യുകയാണ്. ആ ഒരു പെയിനും കാര്യങ്ങളും ഒക്കെ നിങ്ങളൊന്ന് അറ്റാച്ച്മെൻറ്റ് ചെയ്ത് നിങ്ങളെ ഒരു വ്യക്തിയെ മനസ്സിലാക്കുന്നുമില്ല. ലൈക്ക് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതല്ല, ഇപ്പം നമ്മളോട് ഒരു വ്യക്തി കാണിക്കുന്ന വെച്ചിട്ട് നമുക്കൊരാളെ ലൈക്ക് എന്താ പറയുക, അവരെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുള്ളൂ അല്ലേ. അപ്പം ഈ ഒരു വ്യക്തി നിങ്ങളോട് സ്നേഹത്തോടെ നിന്നെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കും, യെസ് ഈ ഒരു വ്യക്തിക്ക് എന്നോട് സ്നേഹമുണ്ട്. ഇപ്പം മനസ്സിലൊന്നും കാണിക്കുന്നത് വേറൊന്നും ആകുമ്പം ഏതൊരു വ്യക്തിയും നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. ഓക്കെ, ആ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു എനർജിയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് നിങ്ങളോട് തുറന്നു പറയാൻ പറ്റാത്തൊരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി എന്താണ്, ഉള്ളിൽ ഭയങ്കരമായിട്ടും ഒരു വിങ്ങലാണ്. അല്ലെങ്കിൽ ഉള്ളിൽ നമ്മൾ പറയത്തില്ലേ, ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് ആൾ സ്വന്തമായിട്ട് മരിക്കുകയാണെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. ഇത്രയും വലിയ കാര്യം നിങ്ങളോടുള്ള ഫീലിങ്സ് ഇമോഷൻസും ഒന്നും എക്സ്പ്രസ് ചെയ്യാത്തതുകൊണ്ട് ആൾ ഭയങ്കരമായിട്ട് പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഇരിക്കുകയാണ് ഇപ്പോൾ. എനിക്കതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഡോണ്ട് വറി, കാരണം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. കാരണം നിങ്ങളെപ്പോഴും ഇങ്ങനെ പുറകെ പോയി ആൾക്കതൊരു വളമായിട്ടുണ്ടാവും. അപ്പം ഇനിയിപ്പോൾ നിങ്ങൾ ആ ഒരു വളം വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ആൾ സ്ട്രഗിൾ ചെയ്ത് ആൾക്ക് നിങ്ങളുടെ വേർത്ത് മനസ്സിലായ ആൾ തിരിച്ചു വരണം. അപ്പോഴാണ് ഏതൊരു റിലേഷൻഷിപ്പിനും മീനിങ്സ് വരുന്നത്. അതർവൈസ് നോട്ട്. ഇതിൽ നിങ്ങളുടെ തെറ്റുകളൊന്നും ഇല്ല. നിങ്ങൾ ബ്ലെയിം ചെയ്ത് നിങ്ങളെ തന്നെ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാം അറിയാവുന്നൊരു വ്യക്തി ഒന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞ് നടിക്കുമ്പോൾ അതിൽ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ഇപ്പോൾ ഉറങ്ങുന്ന ഒരാളെ മാത്രമേ വിളിച്ചെണ്ണിപ്പിക്കാൻ പറ്റുള്ളൂ. ഉറക്കം നടിക്കുന്ന ഒരാളെ നമ്മൾ എന്തോരം വിളിച്ചാലും അവർ എഴുന്നേക്കത്തില്ല. വെറുതെ വിളിച്ച് നിങ്ങളുടെ എനർജിയും ടൈമും കളയാൻ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. Beyond the illusion and turning in.
നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു സമയത്ത് ഡൗൺ ആയിട്ടൊന്നും ഇരിക്കേണ്ട. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാനാണ് പറഞ്ഞത്. സെൽഫ് ലവ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുക. നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി നെഗറ്റിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാം ഈ റിലേഷനെ പറ്റിയിട്ട്. നിങ്ങൾ ഇവരോട് ഫൊർഗീവ് ചെയ്യുക. ഫൊർഗീവ് ചെയ്യുമ്പോഴേക്കും എന്താണ്, ഫൊർഗീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എനർജി, ഇവരിലുള്ള ആ ഒരു നെഗറ്റിവിറ്റീസ് ഒക്കെ റിലീസാകും. നമ്മൾ ഫൊർഗീവ് ചെയ്യുമ്പോൾ നമുക്കും ശരിക്കും സമാധാനം കിട്ടുന്നുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഫൊർഗീവ് ചെയ്യാൻ പറയുന്നത്. അല്ലാതെ ആ ഒരു വ്യക്തി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മറന്നു പോയി നിൽക്കുക, അങ്ങനത്തെ ഒരു എനർജീസ് അല്ല. നമ്മളൊരാളോട് ഫൊർഗീവ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളോട് ക്ഷമിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഒത്തിരി മെൻ്റൽ സ്ട്രെസ്സൊക്കെ കുറഞ്ഞ് കിട്ടും. അപ്പോൾ നിങ്ങൾ ഫൊർഗീവ് ചെയ്യുക ഒരു വ്യക്തിയോട്. ഫൊർഗീവ് ആൻഡ് മൂവ് ഓൺ, അല്ലെങ്കിൽ ലെറ്റ് ഗോ ചെയ്യുക. ഈ ഒരു ഗൈഡൻസ് ആണ് എനിക്കിവിടെ നിങ്ങൾക്ക് തരാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇവിടെ സംഭവിക്കുന്ന, നമ്മൾ പറയത്തില്ലേ ഇല്യൂഷൻ, എല്ലാം ഇല്യൂഷനാണ്. നിങ്ങൾ ഇല്യൂഷനാണ്, ഞാൻ ഇല്യൂഷനാണ്, നമ്മുടെ മുന്നിൽ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും ഇല്യൂഷനാണ്, മായയാണ്. അപ്പോൾ മായ എന്നുള്ളൊരു കാര്യം എന്താണ്, എൻ്റെ റിയൽ ആയിട്ടുള്ളൊരു ഇതെന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യാൻ മീൻസ് എന്താണ് ശരിക്കും എക്സാക്ട് സിറ്റുവേഷൻസ്, ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉള്ള ഒരു റിയൽ ആയിട്ടുള്ള ഒരു എനർജീനെ വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുക. ആ ഒരു വ്യക്തി തന്നെ ആ ഒരു വ്യക്തിയുടെ ഫീലിങ്സ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യട്ടെ. അവർക്ക് സമയം കൊടുക്കുക. മൈൻഡിൻ്റെ എനർജി കണ്ടോ, നല്ല രീതിക്ക് ഐസൊലേഷൻ ഫേസിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഉള്ളത്. ഡൗൺ ആണ് നന്നായിട്ട്. ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്ത് ഡൗണായി, ഓവർ തിങ്ക് ചെയ്ത് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയിൽ ഇരിക്കുകയാണ്. മൂവ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ എന്നോട് ചോദിക്കണേ, ഈ ഒരു വ്യക്തി മൂവ് ചെയ്തോ എന്ന് ചോദിച്ചാൽ നോ, ബിഗ് നോ ആണ്. മൂവ് ചെയ്തിട്ടില്ല. മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു എനർജി അല്ല വരുന്നത്. ആൾ മൂവ് ചെയ്തിട്ടില്ല. ഇപ്പോൾ നിങ്ങളോട് സെൽഫ് ലവ് ചെയ്യാൻ തന്നെയാണ് പറയുന്നത് കേട്ടോ. സെൽഫ് ലവിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. സെൽഫ് ലവ് ചെയ്യുക ഇപ്പം, അല്ലാതെ വേറെ ഒന്നും നിങ്ങൾ ചെയ്യാൻ നിൽക്കേണ്ട. ബിക്കോസ് നിങ്ങളൊന്നും ചെയ്താലും ഇവിടെ പ്രത്യേകിച്ച് കാര്യമില്ലെങ്കിൽ പിന്നെ വെറുതെ എന്തിനാണ് ചെയ്യുന്നത്. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങളുടെ ഇന്നർ വോയിസ് എന്താണോ പറയുന്നത് കേൾക്കുക, മൂവ് ചെയ്യുക. ഓക്കെ, അല്ലാതെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാനായിട്ടില്ല. ഓർഡിനറീസ് ഈ കാർഡ്സ് 2 ടൈം വന്നിട്ടുണ്ടായിരുന്നു. സെൽഫ് ലവിൻ്റെ എനർജിയാണ് കേട്ടോ അത്. സെൽഫ് ലവ് ചെയ്യുക, ഗാർഡനിങ് ചെയ്യുക, യൂണിവേഴ്സായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. കാരണം നിങ്ങളുടെ ആൻസർ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരത്തുള്ളൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാരിറ്റി യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, മെഡിറ്റേഷൻ ചെയ്യണം. നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റീസിനെ റിലീസ് ചെയ്യണം. നിങ്ങളോട് ഫൊർഗീവ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കുള്ള ആൻസർ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഹിറ്റ് ദി ബെൽ ഐക്കൺ. ഡോണ്ട് ഫോർഗെറ്റ്. ബൈ ഗൈസ്, സീ യു.